ഹലോ, ഇന്ന് നമുക്കൊരു സദ്യ സ്പെഷ്യൽ പുളിഞ്ചി എങ്ങനെയാണ് ആക്കിയെടുക്കുന്നതെന്ന് നോക്കാം. എനിക്കറിയാം ഓണമൊക്കെ കഴിഞ്ഞു എന്നുള്ളത്, പക്ഷേ എന്നാലും ഇതിവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ എത്ര ഇഞ്ചി ഉണ്ടോ അതിനനുസരിച്ച് വേണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. എണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കണം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ കടുകും കറിവേപ്പിലയും കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് പൊടിയായി അരിഞ്ഞെടുത്ത ഇഞ്ചി, അതുപോലെ തന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക്. ഞാനിവിടെ 4 പച്ചമുളകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഇവിടുത്തെ പച്ചമുളക് അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ ഇഞ്ചിയെല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇഞ്ചിയെല്ലാം നന്നായി വഴറ്റി ഗോൾഡൻ ബ്രൗൺ കളർ ആയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പൊടികൾ ആഡ് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റൗ പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് തന്നെ വെക്കാം. പൊടികളായിട്ട് ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ്. നമ്മൾ ഇട്ട് കൊടുക്കുന്ന പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടാനും കുറയ്ക്കാനും മറക്കരുതേ. പൊടികളുടെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് വാളംപുളി പിഴിഞ്ഞെടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം 1.5 കപ്പ് വെള്ളമുണ്ട്. ഒരു വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി ചെറിയ ചൂടുവെള്ളത്തിൽ 20-25 മിനിറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം അത് പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഞാനിതിലേക്കൊരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ഉലുവയുടെ പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണ്ട. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ഒഴിച്ച പുളിവെള്ളം ഒന്ന് ചെറുതായിട്ട് കുറുകി വരുന്ന പാകം വരെ വേണം തിളപ്പിച്ചെടുക്കാൻ. പുളിവെള്ളം തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലും തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലും ഇട്ട് വേണം കുറുക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ പുളിവെള്ളം എല്ലാം കുറുകി അതിൻ്റെ എണ്ണയെല്ലാം നമുക്കിങ്ങനെ മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പുളിവെള്ളം എല്ലാം നന്നായി കുറുകി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടിച്ചെടുത്ത ശർക്കര ഒരു 6-7 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. അത്രയും മധുരം ആവശ്യമില്ല എന്നാണെങ്കിൽ ശർക്കരയുടെ അളവ് കുറച്ചും കൊടുക്കാം. ഞാനിവിടെ ഏതായാലും 6 ടേബിൾ സ്പൂണാണ് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ശർക്കര ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം നന്നായി വറ്റി ഒന്നും കൂടെ ഒന്ന് കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കാം. നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പുളിയിൽ ഓൾറെഡി കുറച്ച് ഉപ്പുണ്ടാകും, അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രമേ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇത് നന്നായി കുറുകി വരുന്നത് വരെ ഇടവിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകാൻ സാധ്യതയുണ്ട്. പുളിയിഞ്ചി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നനവില്ലാത്തൊരു കണ്ടെയ്നറിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.